എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചപ്പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക കൊണ്ട് നല്ല അടിപൊളി ഹലുവയാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായാണ് എടുത്തിരിക്കുന്നത്. അതിന് തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ള അരിയും കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓമയ്ക്ക ഉണ്ടല്ലോ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. നമ്മളിവിടെ 1/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര പൊടിച്ചെടുത്തിട്ട് അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ച് അരിച്ചെടുത്താണിത് കേട്ടോ. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ട് അതിൻ്റെ വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് കുക്കർ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമുക്കൊരു 2 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലടിച്ചിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പോൾ ഈ ഓമയ്ക്ക ഉണ്ടല്ലോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തത് ശരിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വലിയ സ്പൂണിന് 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഹലുവയ്ക്ക് നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവറിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗവത്ത് ഇച്ചിരി പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് നമുക്ക് വലിയ സ്പൂണ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഓമയ്ക്കയുടെ ആ ശർക്കരപ്പാനിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതൊന്ന് കുറുകാൻ തുടങ്ങും. ഇപ്പോൾ ഇതാ കുറച്ച് ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലോട്ട് ആകെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അധികം നെയ്യുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു 2 നുള്ള ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്തതും കൂടെ ചേർക്കാം. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. വീണ്ടും നമുക്കിത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ആരോഗ്യകരവും അതുപോലെ രുചികരവുമായിട്ടുള്ള ഒരു ഹലുവയാണിത്. ഇത് നമ്മൾ പച്ച ഓമയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയത്തില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓമയ്ക്ക എല്ലാ വീടുകളിലും ഉള്ള ഒരു സാധനമാണ്. ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തയ്യാറാക്കാം. ഉണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. ഇപ്പോൾ നോക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഡാർക്കായിട്ടുണ്ട്. അതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ട് കുറച്ച് വെളുത്ത എള്ളം ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതുണ്ടല്ലോ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നല്ലതായിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹലുവയൊക്കെ നല്ലതായിട്ട് തണുത്തൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് കമിഴ്ത്തി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നോക്കിക്കേ, നമ്മുടെ ഹലുവയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഈ പച്ച ഓമയ്ക്കയും കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേ ഇല്ല. അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി കഴിക്കും.
ഈ കടകളിൽ നിന്നൊക്കെ ഹലുവ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഹലുവ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.